ഹൈ ഫ്രണ്ട്സ്, ലോഗോസ് ക്വിസ് 2019 അതിൻ്റെ സിലബസ്, രജിസ്ട്രേഷൻ, പരീക്ഷാ തീയതി എന്നിവയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. ഇനിയും നമുക്ക് ലോഗോസ് ക്വിസ് 2019 പാഠഭാഗങ്ങളെ കുറിച്ച് നോക്കാം. അതിൽ ബൈബിളിലെ 4 പുസ്തകങ്ങളിലെ പാഠഭാഗമാണ് ഉള്ളത്. നിയമാവർത്തനം, പ്രഭാഷകൻ എന്നിവ പഴയ നിയമത്തിലെയും വിശുദ്ധ മത്തായി, വെളിപാട് എന്നിവ പുതിയ നിയമത്തിലെയും ഭാഗങ്ങളാണ്. പരീക്ഷയ്ക്ക് ഇനിയും ആവശ്യമായ സമയമുള്ളതുകൊണ്ട് ആദ്യം നമുക്ക്, അതായത് ഇന്നു മുതൽ നിയമാവർത്തനം ഓരോ അധ്യായങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചു തുടങ്ങാം. കഴിഞ്ഞ 2018 ലോഗോസിൽ നിയമാവർത്തനം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെക്കുറിച്ചായിരുന്നു നാം പഠിച്ചിരുന്നത്. ആ ഭാഗങ്ങളിൽ മോശയുടെ ഇസ്രായേൽ ജനത്തോടുള്ള പ്രബോധനങ്ങൾ, ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധം ദൃഢമാക്കുവാനുള്ള ആഹ്വാനങ്ങൾ എന്നിവയായിരുന്നു. ദൈവവുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട ഇസ്രായേൽ ജനം ആ ബന്ധത്തിന്റെ വിശുദ്ധിക്ക് ഒത്ത് ജീവിച്ചില്ല. കലഹങ്ങളും വിഗ്രഹാരാധനയും നിമിത്തം ദൈവം താൽക്കാലികമായി അവരെ കൈവിടുകയും അവർക്ക് കഷ്ടതകൾ വരുത്തുകയും ചെയ്തു. നിയമങ്ങൾ ലംഘിച്ച ഇസ്രായേൽ ജനത്തിന് മോവാബിൽ വെച്ച് മോശ നൽകുന്ന അന്ത്യശാസനമായിട്ടാണ് നിയമാവർത്തനത്തിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. സീനായി മലയിൽ നിന്നും പുറപ്പെട്ടതു മുതലുള്ള സംഭവങ്ങൾ മോശ ഇസ്രായേൽ ജനത്തോടെ വിവരിക്കുന്നു. വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു. നിയമങ്ങൾ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയും ദൈവം ദാനങ്ങൾ നൽകുന്നതിൽ ഉദാരനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമാണ് എന്ന് മോശ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നിയമാവർത്തനം 12 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ മോശ ഇസ്രായേൽ ജനത്തോടെ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്തെ ജീവിതകാലമത്രയും അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമാണ്. ഇനി നമുക്ക് നിയമാവർത്തനം 12 അധ്യായത്തിലെ ഭാഗങ്ങളെക്കുറിച്ച് നോക്കാം. ഇതിൽ ആകെ 32 വാക്യങ്ങളാണ് ഉള്ളത്. ആദ്യം നമുക്ക് നിയമാവർത്തനം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളെക്കുറിച്ചും നോക്കാം. പിന്നീട് 20 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്തെ ജീവിതകാലം അത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. നിങ്ങൾ കീഴടക്കുന്ന ജനതകൾ ഉയർന്ന മലകളിലും കുന്നുകളിലും മരച്ചുവട്ടിലും തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും നിശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ തട്ടിമറിക്കണം. സ്തംഭങ്ങൾ തകർത്ത് പൊടിയാക്കണം. അശേര ദേവതയുടെ ചിഹ്നങ്ങൾ ദഹിപ്പിക്കണം. അവരുടെ ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ വെട്ടിമുറിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാമം നിർമ്മാർജ്ജനം ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുവാനും തനിക്ക് വസിക്കുവാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ കടിഞ്ഞൂൽ ഫലങ്ങളും അവിടെ കൊണ്ടുവരണം. നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നിങ്ങളും കുടുംബാംഗങ്ങളും അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ അവ ഭക്ഷിച്ച് സന്തോഷിക്കണം. ഇന്ന് ഓരോരുത്തരും താന്താങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നത് പോലെ അന്ന് നിങ്ങൾ ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ വിശ്രമ സ്ഥലത്തെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്തെ എത്തിച്ചേർന്നിട്ടില്ല. നിങ്ങൾ ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്തെ വാസമുറപ്പിക്കും. അപ്പോൾ തന്റെ നാമം സ്ഥാപിക്കാനായി നിങ്ങളുടെ ദൈവമായ കർത്താവെ ഒരു സ്ഥലം തെരഞ്ഞെടുക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും കർത്താവിന് നേരുന്ന എല്ലാ ഉത്തമ വസ്തുക്കളും അവിടെ കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരത്തിൽ വസിക്കുന്ന ലേവ്യരും സന്തോഷിക്കണം. നിങ്ങൾക്കുള്ളതുപോലെ ലേവ്യർക്ക് സ്വന്തമായി ഒരു ഓഹരിയും അവകാശവുമില്ലല്ലോ. തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ ദഹനബലി അർപ്പിക്കരുത്.
നിങ്ങളുടെ ഗോത്രങ്ങളിൽ ഒന്നിൽ നിന്നേ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ നിങ്ങൾ ദഹനബലി അർപ്പിക്കുകയും ഞാൻ ആജ്ഞാപിക്കുന്നതെല്ലാം അനുഷ്ഠിക്കുകയും ചെയ്യുവീൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നഗരങ്ങളിൽ മൃഗങ്ങളെ കൊന്ന് ഇഷ്ടാനുസരണം ഭക്ഷിച്ചുകൊള്ളുവീൻ. കലമാനിനെയും പുള്ളിമാനിനെയും എന്ന പോലെ ശുദ്ധർക്കും അശുദ്ധർക്കും അതേ ഭക്ഷിക്കാം. രക്തം മാത്രം ഭക്ഷിക്കരുത്, അതേ വെള്ളം കണക്കെ നിലത്തൊഴിച്ചു കളയണം. ധാന്യം, വിത്ത്, എണ്ണ ഇവയുടെ ദശാംശം, ആടുമാടുകളുടെ കടിഞ്ഞൂൽ, നേരുന്ന നേർച്ചകൾ, സ്വാഭിഷ്ട കാഴ്ചകൾ, മറ്റ് കാണിക്കകൾ എന്നിവ നിങ്ങളുടെ പട്ടണങ്ങളിൽ വെച്ച് ഭക്ഷിക്കരുത്. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ അവിടുത്തെ സന്നിധിയിൽ വെച്ച് അവ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവ്യരും ഭക്ഷിക്കണം. നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും പറ്റി നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുൻപാകെ സന്തോഷിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം ലേവ്യരെ അവഗണിക്കരുത്. ചോദ്യം 1. നിയമാവർത്തനം 12-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെ? ഉത്തരം: നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് ജീവിതകാലമത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. ഇങ്ങനെയാണ് നിയമാവർത്തനം 12-ാം അധ്യായം ആരംഭിക്കുന്നത്. അതായത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് ജീവിതകാലമത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ്. ചോദ്യം 2. നിങ്ങൾ കീഴടക്കുന്ന ജനതകൾ ഉയർന്ന മലകളിലും കുന്നുകളിലും മരച്ചുവട്ടിലും തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും നിശേഷം നശിപ്പിക്കണം. അവരുടെ സ്തംഭങ്ങൾ തകർത്ത് പൊടിയാക്കണം. അതുപോലെ ആരുടെ ചിഹ്നങ്ങൾ ദഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. ചോദ്യം ഇതാണ്: നിങ്ങൾ കീഴടക്കുന്ന ജനതകൾ ഉയർന്ന മലകളിലും കുന്നുകളിലും മരച്ചുവട്ടിലും തങ്ങളുടെ ദേവന്മാരെ ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും നിശേഷം നശിപ്പിക്കണം. അവരുടെ സ്തംഭങ്ങൾ തകർത്ത് പൊടിയാക്കണം. അതുപോലെ ആരുടെ ചിഹ്നങ്ങൾ ദഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഉത്തരം: അശേരാ ദേവതയുടെ ചിഹ്നങ്ങൾ ദഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. ചോദ്യം 3. നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ കടിഞ്ഞൂൽ ഫലങ്ങളും എവിടെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ദഹനബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ കടിഞ്ഞൂൽ ഫലങ്ങളും എവിടെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ഉത്തരം: നിങ്ങളുടെ ദൈവമായ കർത്താവെ തന്റെ നാമം സ്ഥാപിക്കുവാനും തനിക്ക് വസിക്കുവാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലത്ത്. ഉത്തരം ഇതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കുന്നതിനും ആയി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലത്ത്. ചോദ്യം 4. ഇന്ന് ഓരോരുത്തരും താങ്കൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നത് പോലെ അന്ന് നിങ്ങൾ ചെയ്യരുത് എന്ന്. ഇന്ന് ഓരോരുത്തരും താങ്കൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നത് പോലെ അന്ന് നിങ്ങൾ ചെയ്യരുത്. അതിന്റെ ഉത്തരവിതാണ്: നിങ്ങളുടെ വിശ്രമസ്ഥാനമായ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് എത്തിച്ചേരുമ്പോൾ. നിങ്ങളുടെ വിശ്രമസ്ഥാനമായ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് എത്തിച്ചേരുമ്പോൾ. ചോദ്യം 5. നിങ്ങളുടെ ദൈവമായ കർത്താവെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും ദാസന്മാരും ദാസികളും സന്തോഷിക്കുന്നത് പോലെ ആരും സന്തോഷിക്കണമെന്നാണ് പറയുന്നത്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ദാസന്മാരും ദാസികളും സന്തോഷിക്കുന്നത് പോലെ ആരും സന്തോഷിക്കണമെന്നാണ് പറയുന്നത്. ഉത്തരവിതാണ്: നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവ്യർ. നിങ്ങളുടെ നഗരങ്ങളിൽ വസിക്കുന്ന ലേവ്യരും സന്തോഷിക്കണം. അതിന് കാരണം പറയുന്നതാണ്: അവർക്ക് സ്വന്തമായി ഓഹരിയും അവകാശവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളെപ്പോലെ ലേവ്യരും സന്തോഷിക്കണം. ചോദ്യം 6. മൃഗങ്ങളെ കൊന്ന് ഇഷ്ടാനുസരണം ഭക്ഷിച്ചുകൊള്ളുക എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മൃഗങ്ങളെ കൊന്ന് ഇഷ്ടാനുസരണം ഭക്ഷിച്ചുകൊള്ളുക എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം: നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച്. അതിന്റെ ഉത്തരം ഇതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അനുസരിച്ച്. ചോദ്യം 7.
കലമാനിനെയും പുള്ളിമാനിനെയും എന്ന പോലെ ആർക്ക് മൃഗങ്ങളെ കൊന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കാം എന്നാണ് പറയുന്നത്. കലമാനിനെയും പുള്ളിമാനിനെയും എന്ന പോലെ ആർക്ക് മൃഗങ്ങളെ കൊന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കാം എന്നാണ് പറയുന്നത്. അതിന്റെ ഉത്തരവിതാണ് ശുദ്ധർക്കും അശുദ്ധർക്കും. ശുദ്ധർക്കും അശുദ്ധർക്കും മൃഗങ്ങളെ കൊന്ന് ഇഷ്ടം പോലെ ഭക്ഷിക്കാം. കലമാനിനെയും പുള്ളിമാനിനെയും എന്നതുപോലെ ശുദ്ധർക്കും അശുദ്ധർക്കും ഇത് ഭക്ഷിക്കാമെന്നാണ് പറയുന്നത്. ചോദ്യം 8. മൃഗങ്ങളെ കൊന്ന് അതിന്റെ രക്തം ഭക്ഷിക്കരുത്, പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? മൃഗങ്ങളെ കൊന്ന് അതിന്റെ രക്തം ഭക്ഷിക്കരുത്, പിന്നെ അത് എന്ത് ചെയ്യണം? അതിന്റെ ഉത്തരവിതാണ് അത് വെള്ളം കണക്കെ നിലത്ത് ഒഴിച്ചു കളയണം. അത് വെള്ളം കണക്കെ നിലത്ത് ഒഴിച്ചു കളയണം. ചോദ്യം 9. ധാന്യം, വിത്ത്, എണ്ണ ഇവയുടെ ദശാംശം, ആടുമാടുകളുടെ കടിഞ്ഞൂൽ, നേരുന്ന നേർച്ചകൾ, സ്വാഭിഷ്ട കാഴ്ചകൾ, മറ്റ് കാണിക്കകൾ നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് ഭക്ഷിക്കരുത്, പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അതിന്റെ ഉത്തരവിതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സന്നിധിയിൽ വെച്ച് ഭക്ഷിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സന്നിധിയിൽ വെച്ചാണ് ധാന്യം, വിത്ത്, എണ്ണ ഇവയുടെ ദശാംശം, ആടുമാടുകളുടെ കടിഞ്ഞൂൽ, നേരുന്ന നേർച്ചകൾ, സ്വാഭിഷ്ട കാഴ്ചകൾ, മറ്റ് കാണിക്കകൾ നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് ഭക്ഷിക്കരുത്, പിന്നെ ഭക്ഷിക്കേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ സന്നിധിയിൽ വെച്ചാണ് ഭക്ഷിക്കേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളുടെ ദേശം വിസ്തൃതമാക്കുമ്പോൾ നിങ്ങൾക്ക് മാംസം കഴിക്കുവാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ ഇഷ്ടം പോലെ ഭക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം വിദൂരത്താണെങ്കിൽ അവ ഞാൻ ആജ്ഞാപിച്ചിട്ടുള്ളതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആടുമാടുകളെ കൊന്ന് നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് തന്നെ ഇഷ്ടാനുസരണം ഭക്ഷിച്ചുകൊള്ളുവീൻ. കലമാനിനെയും പുള്ളിമാനിനെയും എന്ന പോലെ ശുദ്ധനും അശുദ്ധനും അവ ഭക്ഷിക്കാം. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, രക്തം ഭക്ഷിക്കരുത്. രക്തം ജീവനാണ്. മാംസത്തോടൊപ്പം ജീവനെയും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ അത് ഭക്ഷിക്കരുത്. ജലം എന്നതുപോലെ നിലത്തൊഴിച്ചു കളയണം. നിങ്ങൾ അത് ഭക്ഷിക്കരുത്. അങ്ങനെ കർത്തൃസന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും. ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധമാക്കിയ വസ്തുക്കളും നേർച്ചകളും മാത്രം അവിടുന്ന് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൽ നിങ്ങളുടെ ദഹനബലികൾ, മാംസവും രക്തവും സമർപ്പിക്കണം. നിങ്ങളുടെ ബലിയുടെ രക്തം ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കണം. എന്നാൽ മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിക്കുവീൻ. നിങ്ങൾ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും. നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചുവെന്ന് നിങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. കർത്താവെ വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു. ദേവന്മാർക്ക് വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെ പോലും തീയിൽ ദഹിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ചോദ്യം 10. എപ്പോഴാണ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആടുമാടുകളെ കൊന്ന് നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് തന്നെ ഭക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്? എപ്പോഴാണ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ആടുമാടുകളെ കൊന്ന് നിങ്ങളുടെ പട്ടണത്തിൽ വെച്ച് തന്നെ ഭക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ ഉത്തരം ഇതാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം വിദൂരത്താണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലം വിദൂരത്താണെങ്കിൽ. ചോദ്യം 11. മൃഗങ്ങളെ കൊന്ന് അതിന്റെ രക്തം ഭക്ഷിക്കരുത് എന്ന് പറയുവാൻ കാരണം? മൃഗങ്ങളെ കൊന്ന് അതിന്റെ രക്തം ഭക്ഷിക്കരുത് എന്ന് പറയുവാൻ കാരണം? അതിന്റെ ഉത്തരവിതാണ്: രക്തം ജീവനാണ്, മാംസത്തോടൊപ്പം ജീവനെയും ഭക്ഷിക്കരുത് എന്നതുകൊണ്ട്. രക്തം ജീവനാണ്, മാംസത്തോടൊപ്പം
ജീവനെയും ഭക്ഷിക്കരുത് എന്നതുകൊണ്ടാണ് മൃഗങ്ങളെ കൊന്ന് അതിന്റെ രക്തം ഭക്ഷിക്കരുത് എന്ന് പറയുന്നത്. ചോദ്യം 12. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൽ നിങ്ങളുടെ ദഹനബലികൾ മാംസവും രക്തവും സമർപ്പിക്കണം. ബലിയുടെ രക്തം എവിടെ തളിക്കണമെന്നാണ് പറയുന്നത്? നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിൽ നിങ്ങളുടെ ദഹനബലികൾ മാംസവും രക്തവും സമർപ്പിക്കണം. ബലിയുടെ രക്തം എവിടെ തളിക്കണമെന്നാണ് പറയുന്നത്? അതിന്റെ ഉത്തരം ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ ബലിയുടെ രക്തം തളിക്കണം. ചോദ്യം 13. കർത്താവിന്റെ മുൻപിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്? കർത്താവിന്റെ മുൻപിൽ നന്മയും ശരിയും മാത്രം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും. അതിന്റെ ഉത്തരം ഇതാണ്: നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും. ചോദ്യം 14. അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെ? അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെ? ഉത്തരം നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ കർത്താവ് നശിപ്പിച്ചു കഴിയുമ്പോൾ. നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ജനതകളെ കർത്താവ് നശിപ്പിച്ചു കഴിയുമ്പോൾ, അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ച് വഞ്ചിതരാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോദ്യം 15. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. 1 കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ആരോട് പറഞ്ഞു? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. 1 കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ആരോട് പറഞ്ഞു? മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തുന്ന വെളിപാട് പുസ്തകത്തിലെ അധ്യായം, വാക്യം. അപ്പോൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. 1 കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ഈ ഭാഗങ്ങൾ വെളിപ്പെടുത്തുന്ന വെളിപാട് പുസ്തകത്തിലെ അധ്യായം, വാക്യം. വെളിപാട് പുസ്തകത്തിലെ അധ്യായം 22-ാം അധ്യായമാണ്. വാക്യം 18-19. അപ്പോൾ 1 കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുതെന്ന് പറയുന്ന വെളിപാട് പുസ്തകത്തിലെ അധ്യായം 22, വാക്യം 18-19. ചോദ്യം 16. രക്തം മാത്രം ഭക്ഷിക്കരുത്, അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. ഇതിന് സദൃശമായ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും അധ്യായം, വാക്യം. രക്തം മാത്രം ഭക്ഷിക്കരുത്, അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. ഇതിന് സദൃശമായ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും അധ്യായം, വാക്യം. നിയമാവർത്തനം 12-ാം അധ്യായത്തിലെ 16-ാം വാക്യമാണ് ഇത്. രക്തം മാത്രം ഭക്ഷിക്കരുത്, അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. അതിന് സദൃശമായ പഴയ നിയമത്തിലെ ഭാഗങ്ങളാണ് ഉൽപ്പത്തി 9-ാം അധ്യായം 4-ാം വാക്യം. അതുപോലെ പഴയ നിയമത്തിലെ ലേവ്യർ 7-ാം അധ്യായം 26-27 വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം 29-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം 29 വാക്യം. അപ്പോൾ രക്തം മാത്രം ഭക്ഷിക്കരുത്, അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. ഇതിന് സദൃശമായ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും അധ്യായം, വാക്യം. നിയമാവർത്തനത്തിൽ ഇത് 12-ാം അധ്യായം 16-ാം വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാം അധ്യായം 4-ാം വാക്യം. ലേവ്യർ 7-ാം അധ്യായം 26-27 വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം 29-ാം വാക്യം. ഇതിന്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ്.